നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ചിലർ നമുക്ക് സന്തോഷം നൽകും, ചിലർ നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കും. എന്നാൽ ചിലരാകട്ടെ നമ്മുടെ ലൈഫിൻ്റെ സന്തോഷവും സമാധാനവും കെടുത്തിക്കളയുന്നവരാകും. ഈ ലോകത്ത് ആത്മാർത്ഥമായ ബന്ധങ്ങൾക്കാണ് ഏറ്റവും വലിയ വിലയുള്ളത്. എന്നാൽ ആരൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കേണ്ടതെന്നും ആരൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതെന്നും നമുക്ക് പലപ്പോഴും അറിയാതെ പോകാറുണ്ട്. തെറ്റായ സൗഹൃദങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളയും. വിഷം നിറഞ്ഞ പാമ്പിനെ പോലെ ദുഷ്ടനായ സുഹൃത്തും അപകടകാരി തന്നെയാണ്. അവനെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ലാത്ത 7 തരം ആളുകൾ, അവർ ആരൊക്കെയാണ് എന്നതാണ് ഈ ഒരു വീഡിയോ. നിങ്ങളുടെ സമാധാനവും പുരോഗതിയും നിലനിർത്താൻ വേണ്ടി ചാണക്യനീതിയുടെയും പുരോഗമന വിജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാൻ പാടില്ലാത്ത 7 തരം ആളുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിദ്യ. 1. കപട സ്നേഹം കാണിക്കുന്നവർ. ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു ഭാവവും നിങ്ങളില്ലെങ്കിൽ മറ്റൊരു ഭാവവുമാവും. നിങ്ങളുടെ മുന്നിൽ അവർ സ്നേഹവും സൗഹൃദവും നടിക്കും, എന്നാൽ ഉള്ളിൽ നിങ്ങളോട് വെറുപ്പോ അസൂയയോ അല്ലെങ്കിൽ മറ്റൊരു ദുഷ്ടചിന്തയോ ഉണ്ടായിരിക്കും. നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താനും നിങ്ങളെ വഞ്ചിക്കാനും അവർക്ക് മടിയുണ്ടാകുകയില്ല. കപട സൗഹൃദം തേൻ പുരട്ടിയ വിഷമാണ്. അത് പതിയെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. ഇത്തരം ആളുകൾ നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാനായിരിക്കും സൗഹൃദം സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആത്മാർത്ഥതയില്ലാത്ത വാക്കുകൾക്കും പുഞ്ചിരികൾക്കും പിന്നിൽ നിങ്ങൾ അറിയാത്ത വലിയ ചതി ഒളിഞ്ഞു നിൽപ്പുണ്ടാവും. 2. അത്യാഗ്രഹികൾ. ധനത്തോടും ഭൗതിക വസ്തുക്കളോടുമുള്ള അമിതമായ ആഗ്രഹമാണ് അത്യാഗ്രഹം. ഈ അത്യാഗ്രഹികളായ വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലുള്ളതിൽ കണ്ണുണ്ടാവും. അവർക്ക് നിങ്ങളുടെ സമ്പത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം, കഴിവുകൾ എന്നിവയിൽ മാത്രമായിരിക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള സൗഹൃദമോ അല്ലെങ്കിൽ സ്നേഹം ഇതിലൊന്നും ആത്മാർത്ഥത ഉണ്ടാവില്ല. മറിച്ച് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നേടാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ നിങ്ങളോട് സ്നേഹം നടിക്കുന്നത്. അത്യാഗ്രഹം ഒരു വ്യക്തിയെ അന്ധനാക്കുന്നു. ആ വ്യക്തിയെയും ചിന്തകളെയും ലക്ഷ്യങ്ങളെയും ദുഷിപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ നിങ്ങളുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യാനോ നിങ്ങളെ ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കും. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകും. അതുകൊണ്ട് അവരുടെ കണ്ണിൽ എന്താണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അവരെ പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക. 3. നിരന്തരമായി പരാതി പറയുന്നവർ. ഇവർക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാതികൾ മാത്രമായിരിക്കും ഉള്ളത്. അവർക്ക് നെഗറ്റീവ് വശങ്ങൾ മാത്രമേ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ അവരുടെ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ സന്തോഷത്തെയും ആ ഒരു പോസിറ്റീവ് ചിന്തകളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. മോശം ചിന്താഗതിക്കാരായ വ്യക്തികൾ ഒരു രോഗം പോലെയാണ്. അത് ചുറ്റുമുള്ളവരിലേക്കും പടരും. നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും അല്ലെങ്കിൽ സമാധാനത്തെയും അവരുടെ ആ ഒരു നെഗറ്റീവ് ഊർജ്ജം കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങളുടെ വിജയങ്ങൾ സന്തോഷിക്കാൻ അവർക്ക് കഴിയില്ല. മറിച്ച് നിങ്ങളുടെ വിജയങ്ങളിൽ പോലും അവർ നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. അനാവശ്യമായ പരാതികളും കുറ്റപ്പെടുത്തലുകളും കേട്ട് നിങ്ങളുടെ സമയം കളയാതിരിക്കുക. 4. അസൂയാലുകൾ. നിങ്ങളുടെ നേട്ടത്തിലും സന്തോഷത്തിലും ആത്മാർത്ഥമായി സന്തോഷിക്കാൻ ഇവർക്ക് കഴിയില്ല. അവർക്ക് നിങ്ങളുടെ പുരോഗതി കാണുമ്പോൾ അസ്വസ്ഥത തോന്നും. അവർക്ക് നിങ്ങളെക്കാൾ മികച്ചവനാണ് ഞാനെന്നൊരു തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്നും ഒരു വാശിയുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെ അവർ എപ്പോഴും താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഒരു അസൂയാലുവിന് മറ്റൊരാളുടെ പുരോഗതി കാണുന്നത് സ്വന്തം പരാജയമായി അവർക്ക് തോന്നും. ഇവർ നിങ്ങളുടെ മുന്നിൽ സൗഹൃദം നടിച്ചാലും നിങ്ങൾക്ക് ദോഷം വരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ചിന്തിക്കുകയുള്ളൂ, അതുപോലെ തന്നെ ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ സന്തോഷവും ഐശ്വര്യവും അവരെ എന്നും അസൂയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജം കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ അസൂയാലുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് നിങ്ങളുടെ പുരോഗതിക്കും അതുപോലെ തന്നെ സന്തോഷത്തിനും അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. 5. നിങ്ങളെ മുതലെടുക്കുന്നവർ. ഇത്തരക്കാർക്ക് നിങ്ങളോടുള്ള സൗഹൃദം ആവശ്യം നിറവേറ്റാൻ മാത്രമായിരിക്കും. നിങ്ങളുടെ സമയം, പണം, കഴിവുകൾ, ബന്ധങ്ങൾ ഇവയെല്ലാം സ്വന്തം നേട്ടങ്ങൾക്കായിട്ട് അവർ ഉപയോഗിക്കും. അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനും മടി കാണിക്കത്തില്ല. അത്തരക്കാരുടെ അവരുടെ ആവശ്യങ്ങളുള്ളപ്പോൾ മാത്രം നിങ്ങളെ സമീപിക്കും. അത്തരക്കാരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക.
അവർ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സ്നേഹം നടിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം കാണിക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഊർജവും സമയവും ചോർത്തിക്കളയും. നിങ്ങളവർക്ക് ഒരു പാലമായിരിക്കും, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു പാലം. നിങ്ങളുടെ ആത്മാഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരക്കാരെ അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. 6. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവർ. അമിതമായ മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങളുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നത് വലിയ അപകടമാണ്. ഇവരുടെ ദുശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ മോശമായി തന്നെ സ്വാധീനിച്ചെന്ന് വരാം. സാമ്പത്തികമായും മാനസികമായും ഇവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. മോശം കൂട്ടുകെട്ടുകൾ ഒരുവൻ്റെ ധാർമ്മികതയെയും വിവേകത്തെയും നശിപ്പിക്കുന്നു. അവരുടെ ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയെന്ന് വരാം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവരുടെ ദുശീലങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്ന് വരാം. നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനായിട്ട് ഇത്തരം ആളുകളെ അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമായ ഒന്നാണ്. 7. വാക്കുപാലിക്കാത്തവർ അഥവാ വിശ്വസ്തതയില്ലാത്തവർ. ഇവർ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളിൽ യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുവരാത്ത രീതിയിലാവും അവർ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുക. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കണോ എന്നൊരു തോന്നലും ഉണ്ടാവും. പക്ഷേ വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയിലാകും. നമുക്കിപ്പോൾ നാളെ ഒരാൾക്കൊരു സാധനം കൊടുക്കണമെന്ന് ഏറ്റു കഴിഞ്ഞാൽ അവരത് തരാമെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ആ തരാമെന്ന വാക്ക് ചിലപ്പോൾ ലംഘിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരത് നാളെ തരാൻ പറ്റില്ല എന്ന് മാറ്റി പറയുന്നുണ്ടാവും. സോ ഇത്തരക്കാരെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇത്തരക്കാരെ അകറ്റി നിർത്തുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 7 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ട ഉടനെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. ആ ഒരു വ്യക്തിയുടെ സാമീപ്യം നിങ്ങളുടെ സന്തോഷത്തെയും പുരോഗതിയെയും സമാധാനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. നല്ല കൂട്ടുകെട്ടുകൾ എപ്പോഴും ഒരുവനെ ഉയർത്തി നിർത്തും, എന്നാൽ ചീത്ത കൂട്ടുകെട്ടുകൾ എപ്പോഴും ഒരുവനെ താഴ്ത്തിക്കെട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.